ഉഴുന്ന് വട, പരിപ്പ് വട, പക്കവട ഇതെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ കപ്പ വട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല? കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇതാ നമ്മുടെ സ്വന്തം ചാനലിൽ കപ്പ വട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവരും കഴിക്കാത്തവരും ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഞങ്ങളുടെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരൊറ്റ പീസ് കപ്പയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് വെച്ച് തന്നെ ഒരു 10-20 വട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ വേവാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഉള്ളിയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നുറുക്കി വെറുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പുട്ടിൻ്റെ പൊടി, ചെറിയൊരു തരിയോട് കൂടിയുള്ള പൊടിയാണ് ചേർത്തത്. ആവശ്യത്തിന് നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എരിവിന് അല്പം ഉപ്പും നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്കിത് ഇതുപോലെയാക്കിയിട്ട് എണ്ണയിൽ ചുട്ടെടുക്കാം കേട്ടോ, വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇനി മുതൽ കപ്പ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെയൊക്കെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം തോന്നിയുണ്ട്, പിന്നെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.